കണ്ണട വെച്ചിരിക്കുന്നോണ്ട് ആരെയും നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പൊ മിസ് ചെയ്യുന്നത് ബേസിലിനെയും വിനീതേട്ടനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബേസിൽ ഈ വിജയം ആഘോഷിക്കാനായിട്ട് അവൻ സോളോ ട്രിപ്പ് പോയേക്കാണ്. നിനക്ക് ഞാൻ തരും. ഈ സിനിമ കണ്ടപ്പോ എനിക്കൊന്ന് ഹഗ് ചെയ്തിട്ട് ഇറ്റ്സ് ഓക്കേടാ എല്ലാം ശരിയാവും എന്ന് പറയാൻ തോന്നിയ ഒരാളെയാണ് യെസ് നമ്മുടെ സ്വന്തം ജോസഫ് വിഷ്ണു അഗസ്ത്യ. പ്ലീസ് കം ഫോർവേഡ്. അല്ല ഒരു ഓളത്തിലങ്ങ് പറഞ്ഞ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം, തീർച്ചയായിട്ടും അതിനുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത്. ആൻഡ് ഐ തിങ്ക് പക്ഷെ പാട്ടുകളെക്കാളും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓട്ടം ആണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റർടൈൻമെന്റ്, ലവ്, ഇമോഷൻസ്, ഫാമിലി വാല്യൂസ് എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇത്രയേറെ ഈ മൂവി കണക്റ്റ് ആയത്. എനിക്ക് തോന്നുന്നു അതിരടി മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം സോഷ്യൽ മീഡിയ ഫുൾ അതിരടിയുടെ ചർച്ച തന്നെയാണ്. ഇപ്പോഴും നമ്മൾ കുറേ റീൽസ് കാണാൻ നമുക്ക് സാധിക്കും. ആൻഡ് ഐ തിങ്ക് അത് തന്നെയാണ് ഒരു മൂവിയുടെ ഏറ്റവും വലിയ വിജയം. ആ വിജയത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് നിൽക്കുന്നത്. സോ വൺസ് അഗെയിൻ എവ്രിവൺ, വെൽക്കം ടു ദ success press meet of Adiradi. Let's celebrate Adiradi today. എൻ്റെ അടുത്ത് ആദ്യം ഇത് പറയുന്നത് ബേസിലാണ്. ബേസിൽ പറഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്ക് ബേസിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാവണമെന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്യാരക്ടറാണ്. ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവരിത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ്, ഭാഷയും ഞാനൊരു ഇരിങ്ങാലക്കുടക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഒരു തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ അത് അത്രയും നന്നായാൽ മാത്രമേ എന്നെ അത് അംഗീകരിക്കുകയുള്ളൂ. കാര്യം ഞാൻ അല്ലെങ്കിലും സാധാരണ സംസാരിക്കുന്ന സംസാര ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അത് എനിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് വോയിസ് റെക്കോർഡിംഗ് ആയിട്ട് കിട്ടണം. അവിടുത്തെ മോഡുലേഷൻ വേറെ ആയിരിക്കും, അവിടുത്തെ ഓരോ വാക്കുകളുടെയും ഈ ഓരോ ഡയലക്റ്റ് അനുസരിച്ച് വാക്കുകളുടെ നീളവും അതിൻ്റെ സ്ട്രെസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിപ്പുണ്ടാവും. തൃശ്ശൂർ പറയുന്ന പോലെ ആയിരിക്കില്ല, സെയിം വാക്ക് തന്നെ എഴുതുമ്പോൾ സെയിം വാക്കായിരിക്കും, പക്ഷേ തിരുവനന്തപുരത്ത് പറയുമ്പോൾ അതിൻ്റെ സൗണ്ടിങ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് ഞാനും പോൾസനും പൊന്മാൻ മൂവിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ബേസിൻ്റെ അടുത്തൊരു കഥ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ക്യാമ്പസ് ഒരു ഓളം തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കഥയാണ് ആലോചിച്ചത്. അപ്പോൾ കോളേജിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നമുക്ക് ആലോചിക്കാം. ബിക്കോസ് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് എൻ്റെ കോളേജിലുണ്ടായിരുന്ന കുറേ ഇവൻറ്റുകൾ, പോൾസിൻ്റെ കോളേജിൽ നടന്ന കുറേ ഇവൻറ്റുകൾ, ബേസിൻ്റെ കോളേജിൽ നടന്ന കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആലോചിച്ചതാണ്. അത് തിയേറ്ററിൽ പ്രോപ്പർ തിയേറ്ററിൽ ആഘോഷമാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചു. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നു. ഡിറക്ഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റൈറ്റിംഗ്. അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ആ പ്രസൻറ്റേഷൻ വളരെ അടിപൊളിയായി ക്ലിയർ ആയി നമ്മളിലേക്ക് എത്തിച്ച ഇതിൻ്റെ റൈറ്ററെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, മിസ്റ്റർ പോൾസൺ സ്കറിയ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അരുൺചേട്ടൻ പറഞ്ഞ് കൂടുതലൊന്നും പറയാനായിട്ടില്ല, എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. നമ്മുടെ ഇതിൻ്റെ ഒരു ഐഡിയ വരുന്ന സമയം തൊട്ടിട്ട് കോളേജ് ഫെസ്റ്റ്, അത് ഞാൻ കോളേജ് ഫെസ്റ്റിൽ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്, അരുൺചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഒരുപാട് സിനിമകളിലൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പരിപാടിയാണെന്നും അതിനൊരു കോൺട്രാസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഗാനഗുണ്ട എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു വിഷനിലാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. അത് ഓളം എന്ന രീതിക്ക് തന്നെ എല്ലാവരും എടുത്തു എന്നുള്ളതിലും ഇപ്പോഴും ബുക്കിങ്ങിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നു. 15-16 ദിവസത്തിലും കഴിഞ്ഞിട്ടും ഇങ്ങനെ പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ മൂവിയിൽ ഒരുപാട് നല്ല ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ് അവിടെ ഇരിക്കുന്ന ഒരാള്, മിസ്റ്റർ ഷാൻ റഹ്മാൻ. ഒരു നിറഞ്ഞ കൈയടി അല്ലേ. നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഷാനിക്ക. ഷാനിക്കയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ
ആ ഒരു മൂവി കണ്ടപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഷാനിക്ക് ഇതൊക്കെ കുറെ കേട്ട് മടുത്തിരിക്കാൻ തോന്നുന്നു അല്ലേ? അതാണോ ഈ ഒരു സായിഭാവം? ഇല്ല, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. അതെ, ബട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ ഓട്ടം എല്ലാം, അല്ല അങ്ങനെയല്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഇത് പോൾസൺ ആണ് ഈ ഷാനിക്കയുടെ കാസ്റ്റിനെ കുറിച്ച് ആദ്യം. വിനീതേട്ടൻ ഒറ്റയ്ക്ക് വരുമ്പോൾ വിനീതേട്ടൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരു കൗണ്ടർ അപ്പുറത്തൊരാൾ വേണം. അങ്ങനെയാണെങ്കിൽ ഷാനിക്കയുടെ കാര്യം ആദ്യം പോൾസനാണ് പറയുന്നത്. അത് ആ ടൈമിൽ തന്നെ നമ്മളുടെ ഒരു ചിരിച്ച് ഒന്നും നോക്കണ്ട, ഫിക്സ്ഡ് പറഞ്ഞു. അത് ഷാനിക അടിപൊളിയായിട്ട്. എനിക്ക് മൂവിയിൽ ഷൂട്ട് സമയത്ത് മഷറാണ് ആ ജുബയും മുണ്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കാണിച്ചപ്പോൾ ശ്രീമൂലം ക്ലബ്ബിൽ അവാർഡ് മേടിക്കാനുള്ള ഡ്രസ്സ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതും പൊക്കിക്കൊണ്ട് ഓടുക എന്നുള്ളൊരു അത് ത്രൂ ഔട്ട് പടത്തിൽ ആ ഓട്ടം നല്ല രസമായിരുന്നു. അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഇൻസോംനിയ നൈറ്റ്സ് മുതൽ ഞാൻ പുള്ളിയുടെ നമ്മൾ പോൾസനായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാസ്റ്റ് വിഷ്ണുവിന് കൊടുത്താൽ, കാരണം വളരെയധികം ഒരു ക്യാരക്ടറിന് വേണ്ടി, അപ്പോൾ ആ ക്യാരക്ടർ പോയ രീതികൾ, ഇപ്പോൾ ജോപ്പനെ കുറിച്ച് പറയുമ്പോൾ ജോപ്പൻ്റെ മാനസികാവസ്ഥ, അത് ആദ്യമേ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ വിഷ്ണു അതിനെക്കുറിച്ച് സ്ഥിരം ഫോൺ ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ക്യാരക്ടർ എങ്ങനെയാണ് ജോപ്പൻ്റെ പ്ലേ ലിസ്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ക്രൂഷ്യലായിട്ട് കുറച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചിട്ട് അത് ഗംഭീരമായിട്ട് വിഷ്ണു ചെയ്തു. ഈ ഒരു മൂവിയിൽ ഇമോഷണലി ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് വിഷ്ണു ചേട്ടൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തു. കാരണം വടിവാളും തോക്കൊന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് സോഫാർ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് നറേഷൻ ഇവർ തന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഈ കഥാപാത്രം എന്താണെന്നും അല്ലെങ്കിൽ ഈ കഥാപാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവത്തേക്കാളും കൂടുതൽ ഹോൾ പാക്കേജ് കേൾക്കുമ്പോൾ ഇതിൽ എന്താണെങ്കിലും വിളിച്ചോളൂ, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് തോന്നുന്ന ഇതായിരുന്നു. പിന്നെ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എൻ്റെ കഥാപാത്രം അഭിനേതാവ് ഭയങ്കര കരയാണെങ്കിൽ പുറത്ത് ഭയങ്കര ഫണ്ണായിരുന്നു. ഫിലിമും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അപ്രിസിയേഷനാണ്. നമ്മൾ ചെയ്ത എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പൈസയേക്കാളും അത് നമ്മളത് നന്നായി ചെയ്തു എന്ന ആളുകൾ പറയുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. അത് ഈ സിനിമയിൽ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തന്നതിനും ഇങ്ങനൊരു ക്യാരക്ടർ ആലോചിച്ചപ്പോൾ അതിൽ എന്നെ ആലോചിച്ചതിനും മഡ്രേസ് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ള അതിനകത്ത് കൂടുതലും അച്ചടി ഭാഷ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അതിനകത്ത് ഒറ്റ സാധനം എന്താ എന്തോ ആ മൊമെൻറ്റിൽ അവൻ്റെ ഒരു സജഷനായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടിയിട്ടൊരു വളരെ ഗ്രൂപ്പായിട്ട് നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ സിനിമയുടെ സക്സസ് ആയത് വലിയ സന്തോഷം. അതിനേക്കാളും സന്തോഷം എന്ന് വെച്ചാൽ ഓരോ ദിവസവും മെമ്മറബിൾ ആയിരുന്നു. ടോയ് ചേട്ടൻ്റെ ഏറ്റവും നല്ല ക്യാരക്ടറാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയതിലോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റിയതിലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ടോയ് ചേട്ടൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്, അത് നമ്മൾ എത്ര 10 കൊടുത്തെങ്കിൽ അതിൽ ഇൻറ്റു 100 ഇങ്ങോട്ട് ഒരു ഔട്ട്പുട്ട് തന്ന സമയത്തുണ്ടായൊരു സന്തോഷം നമുക്ക് ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു. തിയേറ്ററിൽ അത് അടിപൊളിയായിട്ട് വർക്കാവുകയും ചെയ്തു. താങ്ക് യു സോ മച്ച് ടോയ് ചേട്ടാ. അതുപോലെ വിഷ്ണു, ഷാനിക്ക, വിനീതേട്ടൻ, ബേസിലേട്ടൻ ഇവിടെ ഇല്ല, അനന്തു, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുടെ കുറേ ഫ്രണ്ട്സ് ചേർന്ന് അതിൻ്റെ ഐഡിയേഷൻ സമയം തൊട്ട് തന്നെ ബേസിലേട്ടനും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ്, സമീർക്ക. അപ്പോൾ ഒരുപാട് ആൾക്കാർ, കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് ഈ പറയുന്ന പോലെ എല്ലാവരും വളരെ സന്തോഷത്തിലുണ്ടായിരുന്നൊരു സെറ്റുമായിരുന്നു. ലൊക്കേഷനിൽ തന്നെ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഫണ്ണായിട്ട് തന്നെ കാര്യങ്ങൾ ഒരു ഗിവ് ആൻഡ് ടേക്കിലൂടെ സീൻസ് പ്രോഗ്രസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാടൊക്കെ പറ്റിയത് അതുകൊണ്ടാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് ഷാനിക്ക അതിൽ. കാരണം ഞാൻ നമ്മൾ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഭയങ്കര ടൈമിങ് ഉള്ള ഭയങ്കര രസമുള്ള ആക്ടിങ് ആയിരുന്നു. പിന്നെ ബേസിൽ പിന്നെ ഞാൻ തോട്ടക്കുട്ടനെ ഏറ്റവും കൂടുതൽ മിസ്സായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ ആളുകൾ തോട്ടക്കുട്ടനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ നമ്മളിവിടുന്ന് ആളുകളുടെ റെസ്പോൺസ് പരമാവധി വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ടൊവിയുടെ സോഫാറുള്ള ഒരുപാട് നമ്മൾ ഓർത്തു വെക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളിൽ ഒന്ന് തോട്ടക്കുട്ടൻ തന്നെ ആയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ കാരണം ഇതിൽ ഭയങ്കര ടഫാണ്. ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു മാസ് മൊമെൻ്റ് ഉണ്ടാവണം, ജോക്സ് എല്ലാം ലാൻഡ് ചെയ്യണം, ഏറ്റവും അവസാനം അയാളോട് നമുക്ക് പാവം തോന്നണം, എമ്പതി തോന്നണം. അപ്പോൾ ഇത്രയും റൈഡ് ആസ് എൻ ആക്ടർ അടിപൊളിയായിട്ട് ടോവി ചെയ്തിട്ടുണ്ട്. അപ്പം കൺഗ്രാറ്റ്സ് മാൻ. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും താങ്ക്സ് ആണ്. എനിക്ക് എന്താ പറയുന്നത്, ലോട്ട് ഓഫ് താങ്ക്സ്. അല്ല, ആക്ച്വലി ഞാൻ ഓർത്തത് നമ്മൾ ഒരു 10-16 വർഷമായിട്ട് കുറേ സിനിമകൾ ചെയ്തു, പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടുകളെക്കാളും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓട്ടം ആണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസും പിന്നെ അവിടെ ആ മ്യൂസിക്കിൽ വരുന്ന സ്വിച്ചും ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു സീൻ. കാരണം ഞാനവിടെ ഇല്ല 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 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നേരെ ഞാൻ ഓടുന്നതാണ്. അപ്പോൾ അത് ഇവരുടെയൊക്കെ ഒരു വലിയൊരു കൈയുണ്ട് അതിൽ. ഞാൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇല്ല ഇല്ല എന്ന് പറയുന്നു, ഞാൻ ഓടുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. ബേസിലേട്ടൻ ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ടോയ് ചേട്ടനെ എല്ലാവരും കൂടെ വിളിച്ചല്ലേ ഫസ്റ്റ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞില്ല, ഹലോ. ഓക്കെ ഫൈൻ, താങ്ക്സ്. ഈ ലിറിക്കൽ വീഡിയോയിൽ ഒരു കാര്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇതിൽ സംസ്കൃതത്തിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എന്താ രാമ നീ എന്നെ സങ്കടപ്പെടുത്തിയതെന്നാണ് തീം. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തൊരു രുദ്രവീണയിലാണ്, രാവണൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ അത് കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വിഷ്ണു അത് ഏതെങ്കിലും ഒരു വേദിയിൽ വരുമ്പോൾ അതൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ച് തന്നപ്പോൾ തന്നെ അതൊരു ഗൂസ് ബംപ് ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും ഞാൻ, ഇപ്പോൾ ഗപ്പി, തല്ലുമാല, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ ഒക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിഭീകര, അതായത് സുഹൃത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ആരാധനയുള്ള പോലത്തെ അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ഈ സാധനവും അമ്മപ്പുതപ്പും ഒക്കെ വൻ പൊളിയായിട്ട് വിഷ്ണു ചെയ്തിട്ടുമുണ്ട്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട ഇത് സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇനിയും നല്ല സിനിമകളുമായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റട്ടെ. ഈ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ എങ്കിലും ഇത് നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു മൊമെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു റോൾ എനിക്ക് തന്ന് ഞാൻ ഇവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഇവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് പോൾസൺ ആണ് അതിൻ്റെ പിന്നിൽ നിന്ന്. അപ്പോൾ പോൾസൺ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.